എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യുദ്ധവും സമാധാനവും എന്ന ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭീകരാക്രമണങ്ങൾക്ക് ഒരു അറുതി വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സമാധാന ദൂത് വ്യാപരിപ്പിക്കേണ്ട സമയമാണിപ്പോൾ. അതിനായിട്ട് ഈശ്വരനോട് നമുക്ക് ആദ്യം നന്ദി പറയാം. ഈ പുസ്തകം ഒന്ന് നോക്കൂ. ഇത് ഏത് പുസ്തകമാണെന്നറിയാമോ? യുദ്ധവും സമാധാനവും എന്ന പുസ്തകത്തിന്റെ 1ഉം 2ഉം വാല്യങ്ങളാണ്. ടോൾസ്റ്റോയി എഴുതിയതാ. ഇത്തിരിയോടെ എനിക്ക് വായിച്ചു തീർക്കാനുണ്ട്. അവസാനത്തെ അധ്യായമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അവസാനിക്കുകയും ചെയ്തു. യുദ്ധത്തിലും സമാധാനത്തിലും മനുഷ്യർ എത്ര കഷ്ടതയിലൂടെയാണ് കയറിപ്പോകുന്നത് എന്നതിൻ്റെ ചരിത്രമാണ് ഈ നോവൽ. ഇന്ന് ഈ പുസ്തകത്തെ ഞാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇന്ത്യയും കേൾക്കത്തക്ക വിധം 2 വാക്ക് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഭീകരതയുടെ ചതിക്കുഴിയിൽ നാം പലപ്പോഴും വീണു പോകാറുണ്ട് അല്ലേ? സമാധാനത്തിനായി കൈനീട്ടുമ്പോൾ പിന്നിൽ നിന്നും വാളെടുക്കുന്നതാണ് ചിലരുടെ പ്രകൃതം. ആണോ? ഭാരതം സമാധാനത്തിന്റെ ദേശമാണ്. ബുദ്ധനും ഗാന്ധിയും യേശുവും സമാധാനം പ്രചരിപ്പിച്ച ദേശം അല്ലേ? ടോൾസ്റ്റോയി എഴുതിയതുപോലെ വാർ ഈസ് നോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഹ്യൂമൻ ഗ്രീഡ് ആൻഡ് ഈഗോ. പീസ് ഈസ് ദി ട്രൂ നേച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. പക്ഷേ ചില രാജ്യങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നേയില്ല. സമാധാനത്തിന് നമുക്ക് വിലമതിച്ചേ പറ്റൂ അല്ലേ? ഈ പുസ്തകം ഞാൻ 2 കൈകളിലും ഉയർത്തി പറയട്ടെ. ഇന്ത്യയെ ചെറുതാക്കാൻ നോക്കുന്നവർക്ക് ഇന്ത്യ ഒരു സമാധാന രാഷ്ട്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. പക്ഷേ പടയെ അണിചേരുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നുള്ളതാണല്ലോ. ദേശ സുരക്ഷയ്ക്കായി ആവശ്യം വന്നാൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ പടയാളികൾ തന്നെയാകും എന്ന് ലോകം ഓർമ്മിക്കട്ടെ. വാർ ആൻഡ് പീസ് എന്ന പുസ്തകത്തിൽ പറയുകയാണ്, എ കൺട്രി ദാറ്റ് ഫെയിൽസ് ടു ഡിഫെൻഡ് ഇറ്റ്സെൽഫ് വിൽ ബി വിപ്ഡ് ഔട്ട് ഓഫ് ദി ഹിസ്റ്ററി. നമുക്കറിയാം, ചില രാജ്യങ്ങൾ വ്യാജ സമാധാന ഗാനം പാടിയാണ് ഭീകരരെ കയറ്റുന്നത് അല്ലേ? ഇന്ത്യൻ കരസേനയിലെ പാതിരാത്രിയിലെ പോരാട്ടങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. പാകിസ്ഥാനോട് പോരാടാൻ മാത്രമല്ല നമുക്കറിയാവുന്നത്, അവരെ സ്നേഹിക്കാനും അറിയാം. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണല്ലോ ഇപ്പോൾ നടക്കുന്ന ഈ സമാധാന കരാർ അല്ലേ? അവരിങ്ങോട്ട് സ്നേഹം കാണിച്ചെങ്കിൽ മാത്രമേ നാം അങ്ങോട്ട് സ്നേഹിക്കുള്ളൂ എന്ന നിർബന്ധം ഇന്ത്യക്കില്ല. ഉണ്ടോ? ഇന്ത്യക്കില്ല. അങ്ങോട്ട് കടന്നു എന്ന് സ്നേഹിക്കാനും നമുക്കറിയാം. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം. അതാണ് ഗാന്ധിജിയും യേശുവും മുഹമ്മദ് നബിയൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്നേഹം വ്യാജമാണോ നിർവ്യാജമാണോ എന്ന് പരിശോധിച്ചറിഞ്ഞ് വേണ്ടതുപോലെ പ്രവർത്തിക്കാനും ഇന്ത്യക്കറിയാം. പാകിസ്ഥാൻ വീണ്ടും പറയുകയാണ്, ഇന്ത്യയുടെ സഹിഷ്ണുതയെ പേടിക്കേണ്ടെന്ന്, ഇന്ത്യയുടെ ആക്രമ പ്രതികാരത്തെ ഭയപ്പെടേണ്ടെന്ന്. ഞങ്ങൾ സമാധാനത്തിനോടൊപ്പം നിൽക്കുന്നു എന്നാണ് പാകിസ്ഥാനും പറയുന്നത്. ഏറ്റവും മഹത്വവും ദൈവികമായ ഒരു കാഴ്ചപ്പാടാണല്ലോ ഇത് അല്ലേ? ഈ കാഴ്ചപ്പാടിനെ എതിർക്കുന്നവരുടെ മുമ്പിൽ വയ്ക്കാൻ ഇന്ത്യൻ സാമ്രാജ്യത്തിന് 140 കോടി സൈനികരുണ്ട് എന്ന കാര്യം നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യാനാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പാകിസ്ഥാനോട് പറയുകയാണ്. താങ്കളുടെ കാരണം കൊണ്ട് എത്രമാത്രം ആയുധങ്ങളാണ് വാങ്ങിക്കൂട്ടി നശിപ്പിക്കേണ്ടി വന്നതല്ലേ? പ്രതിദിനം 2000 കോടി രൂപയുടെ യുദ്ധ സാമഗ്രികളല്ലേ നശിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഇന്ത്യയും ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ. പട്ടിണി പാവങ്ങൾ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് ദൈവത്തിന്റെ രൂപമാണെന്ന്
നമുക്ക് ഓർക്കാനാവുന്നില്ലത്രേ. അതാണ് വലിയൊരു കാര്യം. അതൊരു പ്രശ്നമാണ്. ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞു എന്നതുകൊണ്ട് സമാധാനം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിർബന്ധമുണ്ടോ? കാരണം നെഹ്റു പറഞ്ഞതുപോലെ യുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതല്ല സമാധാനം. പിന്നെ എന്താണ്? സംഘർഷം കുറയ്ക്കുവാനും ലോകമൊട്ടുക്ക് ശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് സമാധാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യമല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമമാണ് സമാധാനത്തിന് അടിസ്ഥാനം. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം മുതൽ സമാധാനത്തിനായി ഒന്ന് ശ്രമിക്കാം. നടക്കുവോ? 1 രൂപ പോലും മുടക്കില്ലെന്നേ. അപ്പോൾ സന്തോഷത്തിൻ്റെയോ? അതുകൂടി വേണ്ടേ? ഈ സന്തോഷവും സമാധാനവും ശരീരവും മനസ്സും പോലെ അഭേദ്യ ഘടകങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ് പലർക്കും സന്തോഷിക്കാൻ കഴിയാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ അടുത്ത് തന്നെ മറ്റൊരു വാതിൽ തുറക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? നാം അത് കാണുന്നില്ല. അതാണ് പ്രശ്നം. അടഞ്ഞ വാതിൽ നോക്കി ഇങ്ങനെ ദുഃഖിച്ചിരിക്കും, പിറുപിറുത്തിരിക്കും. അതല്ലേ അതിൻ്റെ ശരി? അപ്പോൾ സന്തോഷത്തിനുമുണ്ട് ഒരു രഹസ്യം. എന്താണ് രഹസ്യം? നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാനാണ് ഇഷ്ടമല്ലേ? ഇഷ്ടപ്പെടാത്ത ചെയ്യുമ്പോൾ നമുക്കൊരു ഈർഷ്യമ, ഒരു മടുപ്പ, സന്തോഷം പോകും. അതുകൊണ്ട് നാം ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതിലല്ല സന്തോഷത്തിന്റെ രഹസ്യം കുടികൊള്ളുന്നത്. പിന്നെയോ നാം ചെയ്യുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടുന്നതിലാണ് സന്തോഷത്തിന്റെ രഹസ്യം കുടികൊള്ളുന്നത്. അപ്പോൾ സന്തോഷത്തിന്റെ രഹസ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മുതൽ സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലാക്കി നമുക്കൊന്ന് സന്തോഷിക്കാൻ ശ്രമിച്ചാലോ? തീർച്ചയായും സന്തോഷവും സമാധാനവും ഒക്കെ ഇതിലൂടെ കൈവരിക്കാൻ കഴിയുമെന്നാണ് എളിയോനായ എൻ്റെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, സമാധാനത്തിനായി നല്ല ചിന്തകൾ ഉണ്ടാക്കിയാണ് വേണ്ടത്. അത് മനസ്സിലൂടെ, ഈ ചിന്തകൾ മനസ്സിലൂടെ ആവർത്തിച്ചു ഉരുവിടുമ്പോൾ ദുഷിച്ച ചിന്തകൾ മാറിപ്പോകും. അശുദ്ധ ജലം നിറഞ്ഞ പാത്രത്തിലേക്ക് ശുദ്ധജലം പകർന്നാൽ ക്രമേണ ആ അശുദ്ധ ജലം പുറത്തു പോവുകയും ശുദ്ധജലം ആ പാത്രത്തിൽ നിറയുകയും ചെയ്യുന്നത് പോലെ മനസ്സിന് ആശ്വാസവും ആത്മവിശ്വാസവും പകരാൻ ശാസ്ത്രത്തിന് കഴിയുന്നു, അല്ലേ? ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടോ അത്രമാത്രം പരിഹാര മാർഗങ്ങളും ഉണ്ട് എന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ച് പ്രവർത്തിക്കാം. അതൊരു സൊല്യൂഷനാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക. അത് നടക്കുമെന്ന് തോന്നില്ല, എങ്കിലും ശ്രമിക്കുക. പ്രതിഫലേച്ഛ കൂടാതെ അവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. പരസ്പരം സ്നേഹിച്ചും സേവിച്ചും ജീവിക്കുക എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കടമ നിർവഹിക്കുക. ഇതൊക്കെ മനസ്സ് വെച്ചാൽ സാധിക്കുന്ന നിസ്സാര കാര്യമുള്ളൂന്നേ. നാം മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹവും ആത്മാർത്ഥതയും സന്തോഷവും വാരിക്കൊരി കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും ലഭിക്കുകയുള്ളൂ എന്ന സത്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഒരുവനെ നശിപ്പിച്ചാൽ മാത്രമേ മറ്റുള്ളവന് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്ന മനോഭാവം വെച്ച് പുലർത്തണം. അത് വേണോ? നമുക്ക് എടുത്തു മാറ്റാം. ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുമെങ്കിൽ ആശ്വാസവും സന്തോഷവും വിട്ടകലുകയില്ല എന്ന കാര്യം ഓർത്ത് നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ എത്രമാത്രം തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആൾക്കാരായിക്കോട്ടെ, മറ്റുള്ളവരെ കുറിച്ച് നല്ല മനോഭാവം വെച്ച് പുലർത്തുക. അതായത് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും അങ്ങോട്ട് നന്നായി പെരുമാറണമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ നമുക്കൊന്ന് ശീലിച്ചാൽ എന്താ? അങ്ങനെ ശീലിച്ചാൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാകുന്നേ. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേ ഗുണാംശങ്ങൾ സാംശീകരിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ തീർച്ചയായും സന്തോഷത്തിനും സമാധാനത്തിനും അത് വഴിതെളിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ
മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.